റിപ്പോർട്ടർ ടിവിയുടെ വാർത്ത കൂടി ഫേസ്ബുക്കിൽ നിന്ന് റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് സർക്കാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള 3 കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായ വാർത്തയാണ് മെറ്റ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഫേസ്ബുക്ക് ഉപയോക്താക്കൾക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ വാർത്ത ഫേസ്ബുക്ക് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഷഫീഖ് താമരശ്ശേരി ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. ഷഫീഖ്, ഇന്നലെ രാത്രി ദി ന്യൂസ് ബ്ലാസ്റ്റിലൂടെയും നമ്മൾ ഈ വിഷയം ഗൗരവത്തിൽ തന്നെ എടുത്തിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ നോക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ഈ ഒരു കാർഡ് ഞാനും ഷെയർ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല, അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയിൽ കാണാൻ സാധിക്കില്ല എന്നുള്ള തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മെറ്റയുടെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വിശദീകരണം ലഭിച്ചിട്ടുണ്ടോ? ഷിഹാസ്, ഏറെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കേരളം ഇപ്പോൾ ഏറ്റവും അധികം സീരിയസ് ആയി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. 3 കോൺഗ്രസ് പ്രവർത്തകർ, പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധമുള്ള, മുഖ്യമന്ത്രിയുമായി അടുത്ത് ഇടപഴകുന്ന അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി ഇടപാട് കേസിൽ അറസ്റ്റിലായിരിക്കുന്നുള്ള വളരെ ഗൗരവമുള്ള വാർത്ത. ഈ വാർത്ത ഇന്നലെ മുതൽ നമ്മൾ സീരിയസ് ആയി ആ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇതിന്റെ ഭാഗമായി നമ്മൾ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച ഈ വാർത്തയുടെ ഒരു സോഷ്യൽ മീഡിയ കാർഡ് മെറ്റ റിമൂവ് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട് മെറ്റ റിമൂവ് ചെയ്തു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് മെറ്റയുമായിട്ടുള്ള നമ്മുടെ കറസ്പോണ്ടൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സർക്കാർ നൽകിയ ഒഫീഷ്യലായ ലീഗൽ റിക്വസ്റ്റിന്റെ ഭാഗമായാണ് മെറ്റ ഇന്ത്യയിലുള്ള ഫേസ്ബുക്ക് ഉപയോക്താക്കൾക്ക് ഈ വാർത്ത കാണാൻ കഴിയാത്ത വിധത്തിൽ ഇന്ത്യയിൽ ഈ വാർത്തയുടെ വിസിബിലിറ്റി റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഏറ്റവും വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള സർക്കാരിന്റെ വലിയ രൂപത്തിലുള്ള കടന്നുകയറ്റം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. IT റൂളിനെ വളരെ രീതിയിൽ തെറ്റായ ദുരുപയോഗം സർക്കാർ നടത്തുന്നു എന്ന് പറയേണ്ടി വരും. അതായത് സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന വാർത്തകളെ, പോസ്റ്റുകളെ, മതസ്പർദ്ധ ഉണ്ടാക്കുന്ന, കലാപശ്രമങ്ങൾക്കുള്ള വാർത്തകളെ, ഇത്തരത്തിലുള്ള വളരെ വിദ്വേഷപരമായ സമൂഹത്തിന് തെറ്റായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ കയ്യിലുള്ള ഒരു ഉപാധിയെ, ഒരു സങ്കേതത്തെ സർക്കാരിനെതിരായ വാർത്തകളെ റിമൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയ കേരളം വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, സമീപകാല ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സർക്കാർ ഇടപെടലുകൾ വലിയ രീതിയിൽ വാർത്തയായിട്ടുള്ളതാണ്. CJP സമരത്തിലടക്കം സർക്കാരിനെതിരായ ആശയങ്ങൾ, ഉള്ളടക്കങ്ങളുള്ള കണ്ടന്റുകളെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയെ കൈയടക്കിക്കൊണ്ട് ഭരണകൂടം അവരുടെ അധികാര സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കേരളത്തിലുള്ള ഒരു ഏറ്റവും ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും ഭീകരമായ ഒരു ഉദാഹരണമായി ഇതിനെ കാണേണ്ടി വരും. ഇത് എല്ലാ അർത്ഥത്തിലും മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. സർക്കാരിനെതിരായ വാർത്തകളെ, ആശയപരമായ ഉള്ളടക്കങ്ങളുള്ള വാർത്തകളെ സോഷ്യൽ മീഡിയയുടെ ചില ഗൈഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു.